അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അധികം ആരും പറഞ്ഞു തരാത്ത എന്നാൽ 100% എഫക്റ്റീവായ ഒരു അമലുമായിട്ടാണ്. ഞായറാഴ്ച സൂര്യൻ ഉദിച്ച സമയത്താണ് ഈ ഒരു കുഞ്ഞു അമൽ ചെയ്യേണ്ടത്. അപ്പോൾ അധികം വലിച്ചു നീട്ടാത്തതിന് ഞാൻ ഈ ഒരു അമലിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പരിപൂർണമായി വിവരിക്കുന്ന സൂറത്ത്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നൊരു സൂറത്ത്. അള്ളാഹു ഏകനാണ്, അവന് രക്ഷകർത്താക്കളില്ല, അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, എന്നാൽ അവനെ എല്ലാവരും ആശ്രയിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ സൂറത്തിൻ്റെ രത്നച്ചുരുക്കം. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ആശ്രയമില്ലാതെ നമുക്ക് എന്തിനാ സാധിക്കുക? ഒരു വിരൽ ഒന്ന് അനക്കണമെങ്കിൽ പോട്ടെ, ഒന്ന് ശ്വാസം വലിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ആശ്രയമില്ലാതെ അസാധ്യമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഈ ഒരു സൂറത്ത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. അത് പതിവാക്കുന്നവർക്ക് അവൻ കണക്കില്ലാത്ത പ്രതിഫലമാണ് നൽകുന്നത്. അതായത് സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുന്നവർക്ക് സ്വർഗത്തിലൊരു വീടാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. അതുപോലെ തന്നെ 1,00,000 ഓതി തീർക്കുന്നവൻ്റെ ഇരുലോക സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കും. അതിൽ പരം വേറെ ഇനി വലിയ കാര്യം എന്താ ഉള്ളത്, അല്ലേ? 2 ലോകത്തെയും സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് എന്ത് ഭയം, അല്ലേ? അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയുന്നത് ഞായറാഴ്ച സൂര്യൻ ഉദിച്ച സമയത്ത്, അതായത് ഇപ്പോഴത്തെ ഒരു ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 6:17 സൂര്യൻ്റെ ഉദയം. അപ്പോൾ ഒരു 6:18, 6:20 ഉള്ളിലായി ഈ അമലൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ ഏത് വിഷമം പിടിച്ച കാര്യവും നിഷ്പ്രയാസം സാധ്യമാവുന്നതായി നിങ്ങൾക്ക് കാണാം. അതായത് 100% എഫക്റ്റീവായി. എനിക്ക് അനുഭവമുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്നൊരു ഉദ്ദേശത്തിൽ ഈ ഒരു വീഡിയോ ചെയ്തത്. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഈ സൂറത്തുൽ ഇഖ്ലാസ് വെച്ച് പ്രഭാത സമയത്തിൽ സൂറത്തുൽ ഇഖ്ലാസിനെ മുൻനിർത്തി നിങ്ങൾ ഏറെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആവശ്യം 2 കൈയും നീട്ടി കണ്ണീരോടുകൂടി അള്ളാഹുവിന് മുന്നിൽ യാചിച്ചു നോക്കൂ. അതായത് 10 സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. എന്നിട്ട് ഈ പ്രഭാത സമയത്ത് 10 ഇഖ്ലാസ് ഓതിയിട്ട് അള്ളാഹുവിൻ്റെ ആ ഒരു ഇഖ്ലാസിനെ മുൻനിർത്തിനാഥാ നിന്നിലേക്ക് ഞങ്ങൾ കൈനീട്ടിയിരിക്കുന്നു. ആവശ്യം നിറവേറും, ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. റഹ്മാനായ റബ്ബ് ഏറെ ആദരിക്കപ്പെടുന്ന ഒരു അമലാണ് ദുആ എന്നത്. ദുആവും അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും. ഇതിന് രണ്ടിനും സംയോജിപ്പിച്ചുകൊണ്ട് മുത്തറസൂലിൻ്റെ സ്വലാത്തും ചൊല്ലി ആട്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈനീട്ടുന്നത്. എന്താ സംശയം? ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ സാധ്യമാവും. ദുആക്ക് ഉത്തരം ഉറപ്പാണ്. നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിരിക്കും. 100% ഉറപ്പാണ്. ഒന്ന് ചെയ്തു നോക്കിയ ഒരു അമൽ ദുആയിൻ്റെ എല്ലാ മര്യാദകളും പാലിച്ച്. അതായത് ദുആയിൻ്റെ മുമ്പ് അള്ളാഹുവിനെ സ്തുതിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അള്ളാഹുവിനെ സ്തുതിച്ച് സ്വലാത്ത് ചൊല്ലി നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. അതിന് ആ ഒരു ദുആയിൻ്റെ ഇടയിൽ ഒരു സ്വലാത്തും കൂടി ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ഏറെ എഫക്റ്റീവാണ്. അതും ഒരു പ്രത്യേകതയാണ്. ദുആയിൻ്റെ ഇടയിലുള്ള സ്വലാത്ത് ദുആ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും ബെസ്റ്റാണ്. അങ്ങനെ എല്ലാതും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ വിഷമങ്ങളും എല്ലാം കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ദുആയുടെ ഏറ്റവും അവസാനം ഹംദും സലാത്തും കൊണ്ട് അവസാനിപ്പിച്ച് നിങ്ങൾ ഒരു സംശയം വേണ്ട, ആ 2 സലാത്തുകളുടെ ഇടയിലുള്ള ആവശ്യം സാധ്യമാകും. അള്ളാഹു സ്വീകരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.